നമസ്കാരം. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി തുടങ്ങി ഇന്ത്യ. ലഷ്കർ കമാൻഡർ അൽതാഫ് ലലിയെ വധിച്ചു. പലയിടത്തും തീവ്രവാദികളുമായി ഏറ്റുമുട്ടൽ. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നത് പരിഗണിച്ച ഇന്ത്യ. കരസേനാ മേധാവി കശ്മീരിൽ. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ അല്പസമയത്തിനകം ഉന്നതതല യോഗം. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പ്രായോഗികമായി നടപ്പാക്കുന്നതിൽ ചർച്ച. ഭീകരാക്രമണം ഹിന്ദു മുസ്ലിം വിഷയമായി വഴിതിരിക്കരുതെന്ന് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി കശ്മീരിൽ. ഭീകരവാദത്തിലെ പാക് ബന്ധം വ്യക്തം. ഭീകരവാദികൾ സ്വാതന്ത്ര്യ സമര സേനാനികളാകാമെന്ന് പാക് ഉപപ്രധാനമന്ത്രി. പാക് ഭീകരതയ്ക്കെതിരെ കശ്മീരിൽ ജനരോഷം. പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത 2 ഭീകരരുടെ വീടുകൾ പ്രാദേശിക ഭരണകൂടം തകർത്തു. ഇന്ത്യ പാക് സംഘർഷം സസൂക്ഷ്മം നിരീക്ഷിച്ച് ഐക്യരാഷ്ട്രസഭ. ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായ എൻ രാമചന്ദ്രന് നാടിന്റെ യാത്രാമൊഴി. ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു. അന്തിമോപചാരം അർപ്പിച്ച് ഗവർണർ ഉൾപ്പെടെ പ്രമുഖർ. ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട പാനൂർ സ്വദേശികൾ നാട്ടിൽ തിരിച്ചെത്തി. IT പാർക്കുകളിൽ മദ്യം വിളമ്പാൻ അനുമതി. പുതിയ മദ്യനയത്തിലെ തീരുമാനം ഉത്തരവായിറക്കി. ഒരു IT പാർക്കിൽ ഒരു മദ്യശാല മാത്രം. ലൈസൻസ് ഫീ 10 ലക്ഷം രൂപ. നടത്തിപ്പ് ചുമതല പാർക്ക് ഡെവലപ്പർമാർക്ക്. നാഷണൽ ഹെറാൾഡ് കേസിൽ ഇഡിക്ക് തിരിച്ചടി. സോണിയയും രാഹുലും ഉടൻ ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ട. നോട്ടീസ് അയക്കണമെന്ന ആവശ്യം ഡൽഹി റോസ് അവന്യൂ കോടതി തള്ളി. 5000 കോടി എന്ന് പറഞ്ഞാൽ പോരാ, കൂടുതൽ തെളിവുകൾ വേണമെന്നും കോടതി. വഖഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം. പാർലമെന്റ് പാസാക്കിയ നിയമം സ്റ്റേ ചെയ്യാൻ കോടതിക്ക് അധികാരമില്ലെന്ന് വാദം. പാർലമെന്റിന്റെ അധികാരത്തിന്മേലുള്ള കൈകടത്തലെന്നും കേന്ദ്രം. കേസ് കോടതി മെയ് 3 പരിഗണിക്കും. നെയ്യാറ്റിൻകര ശാഖാകുമാരി കൊലക്കേസിൽ ഭർത്താവ് അരുണിന് ജീവപര്യന്തം തടവ്. 2 ലക്ഷം രൂപ പിഴയും കെട്ടിവെക്കണം. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസ് പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസ് പ്രതി അമിത് ഒറാങ് കൊലപാതകത്തിനെത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം നാളെ. ചടങ്ങിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി വത്തിക്കാനിലേക്ക്. പോപ്പിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വിശ്വാസികളുടെ പ്രവാഹം. കടുപ്പിച്ച് ഇന്ത്യ. സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാന യോഗം ഉടൻ ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിലാണ് യോഗം ചേരുക. വിദേശകാര്യ മന്ത്രാലയത്തിലെയും ആഭ്യന്തര മന്ത്രാലയത്തിലെയും ജലശക്തിയിലെയും ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. അതിനിടെ ഭീകരർക്കായി തെക്കൻ പിർപഞ്ചൻ മലനിരകളിൽ തെരച്ചിൽ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകി. കരസേനാ മേധാവി ഉദ്ധംപൂരിലെ വടക്ക് കമാൻഡ് ആസ്ഥാനത്ത് എത്തി. പൂഞ്ച്, രജൌരി ജില്ലകളിലെ നിലവിലെ സാഹചര്യം കമാൻഡർമാർ കരസേനാ മേധാവിയോട് വിശദീകരിച്ചു. അതേസമയം കശ്മീരിലെത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ രാഹുൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും കൂടിക്കാഴ്ച നടത്തി. കിരൺ ബാബു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, എപ്പോഴാണ് യോഗം ചേരുക? എന്തൊക്കെയാണ് പ്രധാന അജണ്ട? അശ്വതി,
പ്രധാനമായും നമ്മൾ നദീജല കരാർ മരവിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനി നടപ്പാക്കണമെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നടപ്പാക്കാൻ കഴിയുന്ന ഒന്നല്ല. വെള്ളം പാകിസ്ഥാനിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം നാളെ മുതൽ അടയ്ക്കാമെന്ന് തീരുമാനിച്ചാൽ നടക്കുന്ന ഒന്നല്ല. അതിന് നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്താൻ കഴിയുക. അത് ഏതെല്ലാം തരത്തിൽ ഏർപ്പെടുത്താൻ കഴിയും, പ്രായോഗികമായി എങ്ങനെയെല്ലാമാണ് കഴിയുന്നത്, ഏത് തരത്തിൽ വേണം ഇത് നടപ്പാക്കേണ്ടത്, ഈ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഈ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന മൂന്ന് പടിഞ്ഞാറൻ നദികളും പ്രധാനമായും ഏതെങ്കിലും വലിയ അണക്കെട്ടുകൾ ഒന്നും ഉള്ള നദികളല്ല. അത് ഒരു തരത്തിൽ വെള്ളത്തെ നിയന്ത്രിക്കുന്നതിനൊക്കെ അത്തരത്തിലുള്ള പ്രായോഗിക പ്രയാസങ്ങളൊക്കെ ഉണ്ട്. നിലവിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയ അണക്കെട്ടുകളൊക്കെ ഇനി നിർമ്മിക്കേണ്ടി വരും. അത് ഒരു പെട്ടെന്ന് നടക്കുന്ന ഒന്നല്ല, കാലങ്ങളെടുക്കും. പ്രത്യേകിച്ച് അവിടുത്തെ ആ ഭൂപ്രകൃതിയിലൊക്കെ അണക്കെട്ടുകളൊക്കെ നിർമ്മിക്കുന്നതിന് നിലവിലെ സാഹചര്യം വെച്ച് ഏതെല്ലാം തരത്തിൽ ജലം നിയന്ത്രിക്കാൻ കഴിയും, അതിനെന്തെല്ലാം സംവിധാനങ്ങൾ ഉടൻ ചെയ്യാൻ കഴിയും, ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ഈ യോഗം ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ അങ്ങനെ ഒരു കരാർ മരവിപ്പിക്കൽ, സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി അത് ഏത് തരത്തിൽ നടപ്പാക്കണമെന്ന് സംബന്ധിച്ചാണ് ഇത്തരം ഒരു ചർച്ച നടക്കുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങുമ്പോൾ മറ്റ് നയതന്ത്ര ചർച്ചകളൊക്കെ പിന്നീടൊക്കെ വരും ദിവസങ്ങളിലൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നടക്കുമ്പോഴും പ്രശ്നങ്ങൾ വീണ്ടും പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഏത് തരത്തിലേക്കുള്ള കടുത്ത നിലപാടുകളിലേക്കൊക്കെ ഇന്ത്യക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോകാൻ കഴിയും. അത്തരം വിഷയങ്ങളാണ്, അതിൻ്റെ സാങ്കേതിക വിഷയങ്ങളടക്കം പ്രായോഗിക വിഷയങ്ങളടക്കം ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ. അത്തരം വിഷയങ്ങളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഈ വകുപ്പുകളുടെയൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ കശ്മീർ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പൽഗാമിലെ ആശുപത്രിയിലെത്തി, സൈനിക ആശുപത്രിയിലെത്തി അവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിച്ചു. അതിനുശേഷം കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി അദ്ദേഹം ചർച്ച നടത്തി. കശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട്. എന്തായാലും ഇന്ത്യയും അതിശക്തമായ രീതിയിൽ തന്നെ അതിർത്തി മേഖലയിലെല്ലാം കൂടുതൽ ജാഗ്രത ശക്തമാക്കിക്കൊണ്ട് അതിർത്തി മേഖലയിലടക്കം തിരിച്ചടി ശക്തമാക്കാനുള്ള നീക്കങ്ങളിലേക്ക് ഇന്ത്യയും കൂടുതൽ ശക്തമായി തന്നെ നീങ്ങുകയാണ്. ഇതിൻ്റെ ഇടയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന്, പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയുടെ അടക്കം ഭാഗത്തു നിന്ന്, ഉപപ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നടക്കം ചില ഇന്ത്യ പ്രകോപനപരമായ നിലപാടുകളും വന്നിട്ടുണ്ട്. ഇന്ത്യ അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ള മട്ടിലേക്കുള്ള നിലപാടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാനുള്ളിൽ തന്നെ ചില തരത്തിലേക്കുള്ള ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ ഏത് തരത്തിലേക്കുള്ള നിലപാട് സ്വീകരിക്കണമെന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുമൊക്കെ വന്നിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി തന്നെ ഞങ്ങൾ ഭീകരരെ പാലൂട്ടി വളർത്തിയത് പാകിസ്ഥാനാണെന്നും അങ്ങനെ പാലൂട്ടി വളർത്തിയത് തെറ്റായി പോയെന്നും അമേരിക്കൻ സമ്മർദ്ദത്താലാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന മട്ടിലൊക്കെ പ്രതികരണങ്ങൾ അതിനുള്ളിൽ നിന്ന് വരുന്നു. അങ്ങനെ പാകിസ്ഥാനുള്ളിലും ഇത് സംബന്ധിച്ച വ്യത്യസ്തമായ തരത്തിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. ശരി കിരൺ. കശ്മീരിലെ ബന്ദിപ്പോരയിൽ ലഷ്കർ കമാൻഡർ അൽത്താഫ് ലല്ലിയെ സൈന്യം വധിച്ചു. നിയന്ത്രണ രേഖയിൽ പലയിടത്തും സൈന്യവും തീവ്രവാദികളും ഏറ്റുമുട്ടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതായി ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു. അതിർത്തിയിലെ വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നതും ഇന്ത്യയുടെ പരിഗണനയിലുണ്ട്. ബന്ദിപ്പോരയിൽ കുൽനാർ അജസ് മേഖലയിലാണ് സൈന്യവും തീവ്രവാദികളും നേർക്കുനേർ വെടിയുതിർത്തത്. വെടിവയ്പിൽ ലഷ്കർ ഭീകരൻ അൽത്താഫ് ലല്ലി കൊല്ലപ്പെട്ടു. 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരുക്കേറ്റു. ജമ്മുകശ്മീർ പോലീസും സൈന്യവും തെരച്ചിൽ നടത്തുന്നതിനിടെ ഒളിച്ചിരുന്ന ഭീകരൻ സൈന്യത്തിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു. 3 മണിക്കൂറോളം ഏറ്റുമുട്ടൽ തുടർന്നു. കുപ്വാര ജില്ലയിലെ നൌഗാം സെക്ടറിൽ പാക് സൈന്യം നിയന്ത്രണരേഖ ലംഘിച്ചു വെടിയുതിർത്തു. ഇന്ത്യൻ സൈന്യം ശക്തമായി നേരിട്ടു. നയതന്ത്ര തിരിച്ചടികൾക്ക് പിന്നാലെ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ അതീവ ജാഗ്രതയിലാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നത് യുദ്ധമായി കണക്കാക്കുമെന്ന പാകിസ്ഥാന്റെ ഭീഷണിക്ക് പിന്നാലെ ഇന്ത്യ നടപടികൾ വേഗത്തിലാക്കി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് ഇന്ത്യ വിജ്ഞാപനമിറക്കി. പാകിസ്ഥാനെ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചു. അട്ടാരി അതിർത്തി വഴി പാകിസ്ഥാനിലേക്ക് മടങ്ങുന്നവരുടെ എണ്ണവും കൂടി. വ്യോമമേഖല അടയ്ക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് സർവീസുകളെ ബാധിക്കും. വിമാനങ്ങൾ ദൈർഘ്യമേറിയ റൂട്ട് തിരഞ്ഞെടുക്കാൻ നിർബന്ധിതമാകും. വിമാന ഇന്ധന ചെലവുകൾ വർദ്ധിക്കുന്നത് നിരക്കുകളിലും പ്രതിഫലിക്കും. യുദ്ധസമാനം തന്നെയാണ് അന്തരീക്ഷം. അറബിക്കടലിൽ മുന്നൊരുക്കങ്ങൾ സുസജ്ജം. INS സൂറത്തിൽ നിന്നും മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചുവെന്ന് നാവികസേന അറിയിച്ചു. കടലിലെ അഭ്യാസത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. കറാച്ചി തീരത്ത് പാകിസ്ഥാൻ മിസൈൽ പരിശീലനം നടത്തിയെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇന്ത്യൻ നാവികസേനയുടെ മറുപടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 2 ഭീകരരുടെ വീടുകൾ സ്ഫോടനത്തിൽ തകർത്തു. ഭീകരർ ഒളിച്ചതായി സംശയിക്കുന്ന പിർപഞ്ചാൽ മേഖലയിൽ പരിശോധന തുടരുകയാണ്. സുരക്ഷാ അവലോകനത്തിന് കരസേനാ മേധാവി കശ്മീരിലെത്തി. പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള 2 തീവ്രവാദികൾ പുൽവാമ ജില്ലയിലെ ത്രാലൽ ആസിഫ് ഷെയ്ഖിന്റെയും അനന്ത്നാഗിൽ ബിജ് ബെഹാരയിൽ ആദൽ തോക്കറിന്റെയും വീടുകളാണ് സ്ഫോടനത്തിൽ തകർത്തത്. ഭീകരാക്രമണത്തിന് പിന്നാലെ ഇവർ വീടുകളിൽ നിന്ന് മാറിയിരുന്നു. ഇരുവരും ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധം പുലർത്തിയിരുന്നതായി നേരത്തെ തന്നെ സൂചന ലഭിച്ചിരുന്നു.
വീടുകളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായി സുരക്ഷാ സേന അറിയിച്ചു. ലഷ്കറിനൊപ്പം മറ്റ് ഭീകര സംഘടനകളുടെ സഹായവും ഇവർക്ക് ലഭിച്ചിരുന്നു. പെർപെഞ്ചാൽ മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സൂചന ലഭിച്ചതോടെ വ്യാപക പരിശോധന തുടരുകയാണ്. സുരക്ഷാ കാര്യങ്ങൾ അവലോകനം ചെയ്യാൻ സൈനിക മേധാവി ഉപേന്ദ്ര ദ്വിവേദി കാശ്മീരിലെത്തി. സൈനിക കമാൻഡർമാർക്കും മറ്റ് സുരക്ഷാ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തി. കശ്മീരിൽ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. അക്രമികൾ പോലീസ് വേഷത്തിൽ എത്തിയതിനാൽ പലയിടത്തും യൂണിഫോം ധരിച്ചവരെയും പരിശോധിക്കുന്നു. വ്യാജ തിരിച്ചറിയൽ കാർഡിൽ പോണി സർവീസ് നടത്തിയ 2 പേരെ പിടികൂടിയിട്ടുണ്ട്. റേസി ജില്ലയിൽ ശ്രീ മാതാ വൈഷ്ണോ ദേവി റൂട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഇതുവരെ 2000 പേരെ ചോദ്യം ചെയ്തെന്ന് ജമ്മു പോലീസ് അറിയിച്ചു. 2 ഭീകരരുടെ രേഖാചിത്രം കൂടി ജമ്മു പോലീസ് പുറത്തുവിട്ടു. ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പാക് അധീന കശ്മീരിൽ ഭീകരർ യോഗം ചേർന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. തീവ്രവാദികളുമായി മുൻപ് ബന്ധമുണ്ടായിരുന്നുവെന്ന് സമ്മതിച്ച് പാകിസ്ഥാൻ. പെഹൽഗാം ആക്രമണത്തിൽ പങ്കില്ലെന്ന് ആവർത്തിക്കുന്നതിനിടെയാണ് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ കുറ്റസമ്മതം. Lashkar-e-Taiba in the past had some linkages in Pakistan. That doesn't mean that Lashkar-e-Taiba doesn't in Pakistan anymore. It is extinct. It is extinct. അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടി 3 പതിറ്റാണ്ടോളം തീവ്രവാദികളെ പിന്തുണച്ചിട്ടുണ്ട്. അതിന്റെ ഫലം പാകിസ്ഥാൻ അനുഭവിക്കുകയും ചെയ്തു. സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഖ്വാജ ആസിഫിന്റെ തുറന്നു പറച്ചിൽ. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ മര്യാദക്കാരാണത്രേ. അങ്ങനെ ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ തിരിച്ചടിക്കും. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെ ആക്രമിച്ച ഇന്ത്യയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടത് മറക്കരുതെന്നും പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി. Any eventuality which takes place in next 1 or 2 or 3 or 4 days or week or 10 days, we will retaliate and we'll react to that, in kind. ഇതിനിടെ പെഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യയുടെ ആരോപണങ്ങൾ തള്ളി പാകിസ്ഥാൻ സെനറ്റ് ഇന്ന് പ്രമേയം പാസാക്കി. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ഇന്ത്യ നീക്കം നടത്തുകയാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമായിരുന്നു പ്രമേയം. നിരപരാധികളെന്ന് ആവർത്തിക്കുമ്പോഴും അറിയാതെ കശ്മീർ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നുമുണ്ട് പാകിസ്ഥാൻ നേതാക്കൾ. ആക്രമണം നടത്തിയവർ ചിലപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികളായിരിക്കാമെന്നായിരുന്നു വിദേശകാര്യമന്ത്രി ഇഷ്ഹാഖ് ദറിന്റെ സംശയം. वो हमें शुक्रगुजार होना चाहिए कि ये तो फ्रीडम फाइटर्स भी हो सकते हैं. वी डोंट नो कि कौन है. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ തുടരുകയാണ്. ഫ്ളാഗ് മീറ്റിംഗ് വഴി ചർച്ചയിലൂടെ മോചിപ്പിക്കാനാണ് ശ്രമം. കൃഷി ചെയ്യുന്നവരെ സഹായിക്കാൻ അബദ്ധത്തിൽ അതിർത്തി കടന്നെത്തിയപ്പോഴാണ് ജവാനെ പാകിസ്ഥാൻ പിടികൂടിയത്. ജവാന്റെ ചിത്രം പാക് സേന പുറത്തുവിട്ടിരുന്നു. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി N. രാമചന്ദ്രന് വിട. ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ അടക്കം നിരവധി നേതാക്കളും ജനപ്രതിനിധികളും അന്തിമോപചാരം അർപ്പിച്ചു. അച്ഛൻ ഭീകരവാദികളുടെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കുമ്പോഴും 2 ദിവസത്തോളം കരയാതെ പിടിച്ചു നിന്നവളാണ് മകൾ ആരതി. യാത്ര പറച്ചിലിൻ്റെ ദിവസവും തളരാതെ പിടിച്ചു നിന്ന പ്രിയപ്പെട്ട അച്ഛന് അവർ അന്തിമാഭിവാദ്യം നൽകിയത് കണ്ണീരോടെയല്ലാതെ ആർക്കും കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. രാമചന്ദ്രനെ അവസാനമായി കാണാൻ ആയിരങ്ങളാണ് ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിയത്. ഗവർണർമാരായ രാജേന്ദ്ര അർലേക്കർ, PS ശ്രീധരൻപിള്ള എന്നിവർ ചങ്ങമ്പുഴ പാർക്കിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ P. രാജീവും AK ശശീന്ദ്രനും റീത്ത് സമർപ്പിച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരും അന്തിമോപചാരം അർപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാമചന്ദ്രന്റെ വീട്ടിലെത്തി. This was a murder of humanity. And we all are so much saddened that we cannot express our gratitude towards the people. ഇങ്ങനെയൊരാളെ വാസ്തവത്തിൽ ഇത്തരത്തിൽ അകാല മൃത്യു വരിച്ചിരിക്കുന്നു. രാജ്യത്തിന് വേണ്ടിയാണ്, രാജ്യത്തിന് വേണ്ടിയുള്ള ബലിദാനിയായി തീർച്ചയായും അദ്ദേഹത്തിന് നാമധേയം രേഖപ്പെടുത്തപ്പെടും. സാമൂഹിക, സാംസ്കാരിക, സിനിമാ രംഗങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിച്ചത്. മതപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. സംസ്കാരശേഷം ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന അനുശോചന സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു.
അർഹിക്കുന്ന ആദരവാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം എൻ രാമചന്ദ്രൻ നൽകിയത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇടപ്പള്ളിയിലേക്ക് എത്തിയത്. നവമി ദിനേശിനും ക്യാമറമാൻ മനോജ് നാനാട്ടിനുമൊപ്പം ജാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഭീകരാക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കണ്ണൂർ പാനൂരിലെ ഹോമിയോ ഡോക്ടർ റാഷിദ് അബ്ദുള്ളയും കുടുംബവും നാട്ടിൽ തിരിച്ചെത്തി. രാത്രി 12 മണിയോടെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ ഇവരെ KP മോഹൻ MLA നേതൃത്വത്തിൽ സ്വീകരിച്ചു. രണ്ടാം ജന്മമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് റാഷിദ് അബ്ദുള്ള പ്രതികരിച്ചു. ഭാര്യ ഡോക്ടർ ഹബീബയും മക്കളായ ഷാസിൻ ഷാൻ, ഹെബിൻ ഷാൻ എന്നിവരടങ്ങിയ കുടുംബം ഏപ്രിൽ 16-നായിരുന്നു കശ്മീരിലേക്ക് പോയത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസ്. ബഷീർ വെള്ളിക്കോത്തിനെതിരെയാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത്. സമൂഹത്തിൽ കലാപമുണ്ടാക്കുന്ന തരത്തിൽ പോസ്റ്റിട്ടെന്ന പരാതിയിലാണ് നടപടി. രാജ്യമൊന്നാകെ ഒന്നിച്ച് ഭീകരാക്രമണത്തെ അപലപിക്കുകയും നാടെങ്ങും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമാണ്. പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ച് തെളിവുകൾ ഇന്ത്യ ശേഖരിക്കുന്നതേയുള്ളൂവെങ്കിലും പാക് വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി ജനം തെരുവിലുണ്ട്. ഇതിനിടെയാണ് ചില ദേശവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. ഇതിലേറെ പ്രകോപനപരമായ ഒന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗമായ ബഷീർ വെള്ളിക്കോത്തിന്റെ FB പോസ്റ്റാണ്. ഹൈന്ദവ സമൂഹത്തിൽ പ്രകോപനം സൃഷ്ടിക്കാൻ സംഘപരിവാറുകാർ ആസൂത്രണം ചെയ്യുന്നവയാണ് രാജ്യത്തെ പല ഭീകരാക്രമണങ്ങളുമെന്നാണ് ബഷീറിന്റെ കണ്ടെത്തൽ. ഇതിനെതിരെ VHP ജില്ലാ പ്രസിഡന്റ് പരാതി നൽകി. സമൂഹത്തിൽ കലാപമുണ്ടാകുന്ന തരത്തിൽ പോസ്റ്റിട്ടതിന് ഭാരതീയ ന്യായ സംഹിതയിലെ 192 ആക്ട് പ്രകാരം കേസുമെടുത്തു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം ഭീകരാക്രമണങ്ങൾ രാജ്യത്ത് പതിവാണെന്നാണ് മറ്റു ചില കണ്ടെത്തലുകൾ. വരാനിരിക്കുന്ന ബീഹാർ ഉപതിരഞ്ഞെടുപ്പുമായി ചേർത്താണ് ഈ പരാമർശം. ഈ കണ്ടെത്തലിനെതിരെ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുകളായി പ്രത്യക്ഷപ്പെടുന്നതും. രാജ്യമൊട്ടാകെ ഒരേ വികാരത്തിൽ ഭീകരാക്രമണത്തിനെതിരെ പ്രതികരിക്കുമ്പോഴാണ് അസഹിഷ്ണുതയിൽ നിന്ന് ഉടലെടുത്ത ഈ ഒറ്റപ്പെട്ട നിലപാടുകൾ. രാജ്യവിരുദ്ധ നിലപാടുകളാകുന്ന പോസ്റ്റുകൾ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് ദേശീയ ഇന്റലിജൻസ് ഏജൻസികൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. പത്തനംതിട്ടയിൽ രോഗിയോട് ഹോം നഴ്സിന്റെ ക്രൂരത. മർദ്ദനമേറ്റ V ശശിധരൻ പിള്ള ഗുരുതരാവസ്ഥയിൽ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിഷ്ണു എന്ന ഹോം നഴ്സിനെതിരെ കൊടുമൺ പോലീസിൽ കുടുംബം പരാതി നൽകി. രോഗിയെ നഗ്നനാക്കി വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിൽ പ്രതി അമിത് ഒറാങ് കൊലപാതകത്തിനായി എത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18. റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നത് CCTVയിൽ വ്യക്തം. പ്രതിയുടെ പെരുമാറ്റത്തിൽ തനിക്കൊരു സംശയവും തോന്നിയില്ല എന്ന് അമിതിനെ തിരുവാതുക്കൽ എത്തിച്ച ഓട്ടോ ഡ്രൈവർ ജയേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. പ്രതി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊലപാതകത്തിന് പുറപ്പെട്ട് തെളിവ് നശിപ്പിച്ച് മടങ്ങുന്നത് വരെയുള്ള സമഗ്ര ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. തിരുവാതുക്കൽ കവലയിലേക്ക് ഓട്ടോയിലാണ് പ്രതി സഞ്ചരിച്ചത്. രാത്രി 12:10 ഇവിടെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നതും വ്യക്തമാണ്. പിന്നീട് അരമണിക്കൂറോളം പ്രതി കാത്തിരുന്നു. തുടർന്ന് 12:35 കൊല ചെയ്യാനായി വീട്ടിലേക്ക്. കൊലപാതകത്തിന് ശേഷം 3:42 പ്രതി പുറത്തേക്ക് പോകുന്നത്. DVR നശിപ്പിക്കാനായി പ്രതി പോകുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. കേസിലെ നിർണായക സാക്ഷിയായ ഓട്ടോ ഡ്രൈവർ ജയേഷും സംഭവത്തെക്കുറിച്ച് ന്യൂസ് 18നോട് പ്രതികരിച്ചു. മലയാളത്തിൽ സംസാരിച്ച അമിത്തിന്റെ പെരുമാറ്റത്തിൽ നിന്ന് അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല. മലയാളം സംസാരിച്ചത്, പിന്നെ ഒരാളെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏകാത്മി എന്ന് ഹിന്ദിയിലാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആളുടെ വേഷം കട അന്നേരം ഒരു കുഴപ്പമൊന്നുമില്ല. ഒരു ജെന്റിൽമാൻ ലുക്ക്, ഒരു കാച്ചട്ടയും പെർമുട, നല്ല ബനിയൻ, അതൊക്കെ ഇട്ടാണ്. CCTV ദൃശ്യങ്ങൾക്ക് പുറമെ നിർണായകമായ വിരലടയാളങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവ് ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. G. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം.
തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശാഖാകുമാരി കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. ഭർത്താവ് അരുണാണ് പ്രതി. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി AM ബഷീറാണ് ശിക്ഷ വിധിച്ചത്. 2020 ശാഖാകുമാരി കൊല്ലപ്പെട്ടത്. നെയ്യാറ്റിൻകര സ്വദേശിനി ശാഖാകുമാരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് അരുണിനെ ജീവപര്യന്തം തടവും പിഴയും ശിക്ഷിച്ചത്. പിഴയായി 2 ലക്ഷം രൂപ കെട്ടിവെക്കണം. 2020 52കാരിയായ ശാഖാകുമാരിയെ 28കാരനായ അരുൺ വിവാഹം ചെയ്തത്. ധനികയായ ശാഖാകുമാരിക്ക് തന്റെ സ്വത്തുക്കൾക്ക് അവകാശിയായി ഒരു കുഞ്ഞ് ജനിക്കണമെന്ന ആഗ്രഹമാണ് പ്രണയത്തിലും പിന്നീട് വിവാഹത്തിലേക്കും എത്തുന്നത്. ഇലക്ട്രീഷ്യനായിരുന്നു അരുൺ. ഇരുവരും വിവാഹം ചെയ്തെങ്കിലും രഹസ്യമാക്കി വെക്കാൻ അരുൺ ശ്രമിച്ചു. കുട്ടികൾ വേണമെന്ന ശാഖാകുമാരിയുടെ ആഗ്രഹവും ഭാര്യയുടെ പ്രായക്കൂടുതലുമാണ് അരുണിനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത്. അരുൺ ശാഖാകുമാരിയെ ഷോക്കടിപ്പിച്ചാണ് കൊന്നത്. വിവാഹത്തിന് മുൻപ് അരുൺ പണം കൈപ്പറ്റിയതിനു പുറമെ ശാഖാകുമാരിയുടെ പണം ഉപയോഗിച്ച് കാർ, ബൈക്ക് എന്നിവ വാങ്ങിയിരുന്നു. സ്വത്തുക്കൾ തട്ടിയെടുക്കാനായിരുന്നു ലക്ഷ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ പ്രതികൾക്ക് ജാമ്യമില്ല. ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജാമ്യം നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയായ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെന്നും ജാമ്യം നൽകിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നും കോടതി. പ്രതികൾക്ക് ഭീഷണി കത്തുകൾ വന്നിട്ടുണ്ട്. ഹൈക്കോടതി അവധിക്കാല ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കോഴിക്കോട് ജുവനൈൽ ഹോമിലാണ് 6 വിദ്യാർത്ഥികളുമുള്ളത്. കേസിൽ മെയ് 29 കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് താമരശ്ശേരി പോലീസ്. എളേറ്റിൽ വട്ടോളി MG ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് ഷാബാസ്. ട്യൂഷൻ സെന്ററിലുണ്ടായ യാത്രയപ്പ് ചടങ്ങിലെ പ്രശ്നങ്ങളെ തുടർന്നാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആസൂത്രിതമായി മർദ്ദിച്ചു കൊന്നത്. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് IT പാർക്കുകളിൽ മദ്യം വിളമ്പാൻ അനുമതി നൽകി വിജ്ഞാപനം. 10 ലക്ഷം രൂപയാണ് വാർഷിക ലൈസൻസ് ഫീസ്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ലൈസൻസിന് അപേക്ഷിക്കാം. ഒരു IT പാർക്കിൽ ഒരു ലൈസൻസ് മാത്രമേ അനുവദിക്കൂ. മദ്യശാലകൾ കമ്പനികളോട് ചേർന്ന് തന്നെയെങ്കിലും ഓഫീസുകളുമായി ബന്ധമുണ്ടാകില്ല. സ്ഥാപനത്തിലെ ജീവനക്കാർക്കും സന്ദർശകർക്കുമാണ് മദ്യം ലഭിക്കുക. പുറത്തുനിന്നുള്ള ആർക്കും മദ്യം നൽകരുതെന്നാണ് ചട്ടം. 10 ലക്ഷം രൂപയാണ് വാർഷിക ലൈസൻസ് ഫീ. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ IT പാർക്കുകൾക്കും ബാധകമാകും. ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 12 വരെയാണ് പ്രവർത്തന സമയം. IT പാർക്കുകളിലെ മദ്യം വിളമ്പലിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് തുല്യമായ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥന് നടപടിയെടുത്ത് പിഴ ഈടാക്കാമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നാഷണൽ ഹെറാൾഡ് കേസിൽ ഇഡിക്ക് തിരിച്ചടി. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് അയക്കണമെന്ന ഇഡി ആവശ്യം ഡൽഹി റോസ് അവന്യൂ കോടതി തള്ളി. കേസിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കാനും കോടതി ഇഡിക്ക് നിർദ്ദേശം നൽകി. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയ്ക്കും രാഹുലിനും താൽക്കാലിക ആശ്വാസം നൽകുന്നതാണ് കോടതി നടപടി. നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ 5000 കോടിയുടെ തട്ടിപ്പെന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഇരുവർക്കും നോട്ടീസ് അയക്കണമെന്ന് ഇഡി ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് വിസമ്മതിച്ച ഡൽഹി റോസ് അവന്യൂ കോടതി കേസിൽ കൂടുതൽ തെളിവുകളും രേഖകളും ഹാജരാക്കാൻ ഇഡിക്ക് നിർദ്ദേശം നൽകി. ഇതോടെ കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉടൻ ഹാജരാവേണ്ട. നേരത്തെ സോണിയാഗാന്ധി 1-ാം പ്രതിയും രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമായിരുന്നു കുറ്റപത്രം. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ യങ് ഇന്ത്യ എന്ന കമ്പനി വഴി തട്ടിപ്പിലൂടെ കൈവശപ്പെടുത്തിയെന്നതാണ് കേസിലെ പ്രധാന ആരോപണം. ഇതിന് പിന്നാലെ ഇഡിയുടെ നടപടിക്കെതിരെ കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചിരുന്നു. കേസിലെ തുടർ നടപടികൾ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി നിയമവിദഗ്ധരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വഖഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യുന്നതിനെ ശക്തമായി എതിർത്ത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. പാർലമെന്റ് പാസാക്കിയ നിയമം ഭാഗികമായി സ്റ്റേ ചെയ്യുന്നതിന് കോടതിക്ക് അധികാരമില്ലെന്നും ഇത് പാർലമെന്റിന്റെ അധികാരത്തിലുള്ള കൈകടത്തലാണെന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം. കേസ് മെയ് 3 പരിഗണിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ മറുപടി കോടതി പരിശോധിക്കും. നിയമം സ്റ്റേ ചെയ്യരുതെന്ന വാദത്തിൽ 7 ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം നൽകാൻ കോടതി നേരത്തെ കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ കേന്ദ്രം സത്യവാങ്മൂലം സമർപ്പിച്ചത്. വഖഫ് സ്വത്തിന് രജിസ്ട്രേഷൻ നിർബന്ധമാണെന്ന് കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. വാക്കാലുള്ള വഖഫ് അംഗീകരിക്കാനാവില്ല. വഖഫ് നിർവർജനത്തിന് കാലാനുസൃത മാറ്റമുണ്ടാകണം. ബോർഡിന്റെ ഭരണ നിർവഹണത്തിൽ ഇടപെടുന്നതിനായല്ല ഇതര മതത്തിൽ നിന്നുള്ള നിയമനമെന്നും കേന്ദ്രം മറുപടി നൽകി. മാത്രമല്ല, വഖഫ് ഭേദഗതി കാരണം അനീതി നേരിട്ടെന്ന് കാണിച്ച് ആരും കോടതിയിൽ എത്തിയിട്ടില്ലെന്നും കേന്ദ്രം പറയുന്നു. വഖഫ് നിയമം സ്വകാര്യ സർക്കാർ ഭൂമി കൈക്കലാക്കാൻ ദുരുപയോഗം ചെയ്തെന്ന് ആരോപിക്കുന്ന കേന്ദ്രം ഇതിനെതിരായ പരാതികളും സത്യവാങ്മൂലത്തിനൊപ്പം നൽകിയിട്ടുണ്ട്.
മെയ് 3 കേസ് കേൾക്കുമ്പോൾ കേന്ദ്രത്തിന്റെ മറുപടി പരിശോധിക്കും. അമുസ്ലിങ്ങളെ അംഗങ്ങളാക്കാമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വാദം കേട്ട ശേഷം തീരുമാനമെടുക്കും. പ്രധാന 5 ഹർജികൾ മാത്രം കേൾക്കാമെന്നും രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പേരൊഴിവാക്കി വഖഫ് നിയമ ഭേദഗതി കേസ് 1 മുതൽ 5 വരെ എന്ന നിലയ്ക്ക് പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾ നാളെ നടക്കും. നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-ക്കാണ് ചടങ്ങുകൾ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൊതുദർശനം തുടരുകയാണ്. ഇതുവരെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് 1 ലക്ഷത്തിലേറെ പേരാണ് പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ആയിരങ്ങൾ ഒഴുകിയെത്തുകയാണ്. കർദിനാൾ മാർ ക്ലിമീസ് കത്തോലിക്ക ബാവയ്ക്കൊപ്പം സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രതിനിധിയായി സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ വത്തിക്കാനിൽ എത്തി. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ ലോകം ദുഃഖമറിയിക്കുകയും ഡെലഗേഷനെ അയക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ MLA നമ്മുടെ നാടിന്റെ പ്രതിനിധിയായി ഡെലഗേഷനായി റോമിലേക്ക് ഈ കബറടക്ക ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിന് അയച്ചു എന്നുള്ളത് സഭയെ ഏറ്റവും വലിയ നന്ദിയോടുകൂടി സന്തോഷത്തോടുകൂടി കാണുന്നു. കേരളത്തിന്റെ സമഗ്ര വികസനം വ്യക്തമാക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് കോട്ടയത്ത് തുടക്കം. കേരളം സമസ്ത മേഖലയിലും വലിയ നേട്ടമുണ്ടാക്കിയതായി മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സഹകരണ മന്ത്രി VN വാസവൻ പറഞ്ഞു. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടയം നാഗമ്പട മൈതാനിയിലാണ് പ്രദർശനം. കേരളം കൈവരിച്ച നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുന്ന പ്രദർശനത്തിനാണ് കോട്ടയം നാഗമ്പടം മൈതാനം വേദിയാകുന്നത്. 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പ്രദർശനം. സഹകരണ മന്ത്രി VN വാസവൻ മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലയിലും കേരളം വൻ കുതിപ്പ് നടത്തുകയാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. കേരളത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തുന്ന ചരിത്ര നിമിഷത്തിനാണ് ഈ കേരളം മെയ് 2 സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കേരളം ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയാണോ ആഗ്രഹിച്ചിരുന്നത്, ആ ആഗ്രഹത്തിനൊത്ത് ജനങ്ങളുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ 4ാം വാർഷികം അഭിമാനകരമായ രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്ന 5ാം വർഷത്തിലേക്ക് കടക്കുന്നത്. പൊതുജന സമ്പർക്ക വകുപ്പിന്റെ പ്രദർശനം, ആധുനിക സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ, കാർഷിക പ്രദർശന വിപണന മേള, സാംസ്കാരിക മെഗാ ഭക്ഷ്യമേള തുടങ്ങി വേളയിലെത്തുന്നവർക്ക് കൺനിറയെ കാണാനും ആസ്വദിക്കാനും കഴിയുന്ന നിരവധി കാര്യങ്ങളാണ് നാഗമ്പട മൈതാനത്ത് ഒരുക്കിയിരിക്കുന്നത്. സർക്കാർ ചീഫ് ഡോക്ടർ N ജയരാജ് പരിപാടിയിൽ അധ്യക്ഷനായി. ഇന്നത്തെക്കുറിച്ച് മാത്രമല്ല, നാളെ എന്തായിരിക്കണം കേരളം എന്ന ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുന്ന സർക്കാരാണ് പിണറായി സർക്കാരെന്ന് ഡോക്ടർ N ജയരാജ് പറഞ്ഞു. ഏറ്റെടുത്ത എല്ലാ വികസന പ്രവർത്തനങ്ങളും ഈ സർക്കാർ നടപ്പിലാക്കിയെന്നത് അഭിമാനകരമാണ്. നാളത്തെ ഇവിടുത്തെ തലമുറ ഈ നാട്ടിൽ നിൽക്കണമെന്നും ഈ നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണമെന്നും ഇവിടെ നിക്ഷേപം വർദ്ധിക്കണമെന്നും ഇവിടെ വ്യവസായം വർദ്ധിക്കണമെന്നും ഇവിടെ കാർഷിക മേഖല ഉന്നമനം ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തന നിരന്തരമായ ഈ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഭാവിയിൽ കേരളത്തെ മുൻപോട്ട് നയിക്കുന്ന കാര്യം സംശയമില്ല. 4 വർഷക്കാലത്തെ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ അഭിമാനത്തോടെ സ്വാഭിമാനം ജനങ്ങളുടെ മുമ്പിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് കൃത്യമായി പറയാനും ബോധ്യപ്പെടുത്താനും പ്രോഗ്രസ് കാർഡ് ഇറക്കാനും കഴിഞ്ഞ ഒരു ഗവൺമെന്റാണ്. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 186 സ്റ്റാളുകളാണ് മേളയിലുള്ളത്. 45,000 ചതുരശ്ര അടി ശീതീകരിച്ച പവലിയൻ ഉൾപ്പെടെ 69,000 ചതുരശ്ര അടിയിലാണ് പ്രദർശന വിപണന മേള നടപ്പാക്കുന്നത്. ദിവസവും വൈകുന്നേരം കലാപരിപാടികളും മേളയുടെ ആകർഷണമാണ്. ഗ്രൂപ്പ് ബാൻഡിങ്ങിന്റെ സംഗീത നിശയായിരുന്നു ആദ്യ ദിവസത്തെ സവിശേഷത.
നഗരത്തെ വർണ്ണാഭമാക്കി എന്റെ കേരളം സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടി തുടങ്ങിയത്. 33 സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള ജീവനക്കാർ വിവിധ നിശ്ചല ദൃശ്യങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയിൽ പങ്കെടുത്തു. സാധാരണക്കാരായ 100 കണക്കിന് ആളുകളും ഘോഷയാത്രയുടെ ഭാഗമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമദല പ്രേം സാഗർ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 9:30 വരെയാണ് മേള. പ്രവേശനം സൗജന്യമാണ്. ന്യൂസ് 18 കോട്ടയം. തിരുവനന്തപുരം അമരവിള ചെക്ക് പോസ്റ്റ് ശ്രീവില്ലയിൽ വി മധുസൂദനൻ നായർ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 8 മണിക്ക് കുടുംബവീടായ കുഞ്ചുവീട്ടിൽ വെച്ച് നടക്കും. ന്യൂസ് 18 സീനിയർ ബുള്ളറ്റിൻ പ്രൊഡ്യൂസർ ആദർശം നായർ മകനാണ്. ലൈവ് at 6 പൂർണ്ണമാകുന്നു. ഇനി സകലമാന കേരളം കാണാം. നമസ്കാരം.